ബിടെക് മെക്കാനിക്കൽ പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അവസരം ഒരുക്കുകയാണ് കേരള PSC. ഇപ്പോൾ ഇക്കഴിഞ്ഞ കേരള PSCയുടെ കമ്മീഷൻ യോഗത്തിൽ ബിടെക് മെക്കാനിക്കൽ പൂർത്തിയാക്കിയവർക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 തസ്തികയുടെ വിജ്ഞാനം പുറപ്പെടുവിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ യോഗത്തിൽ തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷനും വരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ബിടെക് പൂർത്തിയാക്കിയവർക്ക് മികച്ച 2 അവസരങ്ങളാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് വേറെ 2-3 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2 ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അതേപോലെ തന്നെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം 3 പോസ്റ്റുകൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന 3 പോസ്റ്റുകൾ ബിടെക് ലെവലിലുള്ള 3 പോസ്റ്റുകൾ 2 പോസ്റ്റുകളും ഇനി വിളിക്കാൻ പോകുന്ന ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ഫോളോ ചെയ്യുന്നത് ഏകദേശം ഒരേ സിലബസ് ആയിരിക്കും. ഏകദേശം ഒരേ സിലബസ് അല്ല, ഒരു സിലബസ് തന്നെയാണ്. കാരണം ലാസ്റ്റ് ടൈമിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ഇൻസ്പെക്ടർ ഈ പോസ്റ്റിൻ്റെ എക്സാമും അതേപോലെ തന്നെ നമ്മുടെ ഇറിഗേഷൻ്റെ എക്സാമും ഒരേ സിലബസിലാണ് നടത്തിയത്, ഒരേ എക്സാം ആയിരുന്നു നടത്തിയത്. അപ്പോൾ നമുക്ക് ഈ 3 എക്സാമുകളും ഒറ്റ പ്രിപ്പറേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വേക്കൻസീസ് വരുമ്പോൾ നമുക്ക് സാമാന്യം നല്ല വേക്കൻസീസ് കാണുകയും ചെയ്യും. ഇനിയും ഈ എക്സാമുകളോടൊപ്പം തന്നെയാണ് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ എക്സാംസും ഏകദേശം ഒരേ കാലയളവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കേണ്ട എന്തായിരിക്കും, സിവിലും കെമിക്കലും കൂടെ ആയിരിക്കും. ഇപ്പം 4 പോസ്റ്റിലേക്ക് ഒരേ ടൈമിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ബിടെക് മെക്കാനിക്കൽ പൂർത്തിയാക്കിയവർക്ക്. ഇനിയും നമുക്ക് ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്ക് 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് 3 ഓവർസിയർ തസ്തിക വിളിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ തസ്തിക വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ നമുക്ക് ഹാർബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2026 ഏകദേശം ഒരു മെയ് ജൂണോട് കൂടി നമുക്ക് മെക്കാനിക്കൽ പൂർത്തിയാക്കിയവർക്ക് തന്നെ ഡിപ്ലോമ ബിടെക് ലെവലിൽ നമുക്കൊരു 5-6 എക്സാംസ് എഴുതാനുള്ള ഒരു വലിയ മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. ഈ എക്സാമുകൾക്കൊക്കെ ശേഷം നമുക്ക് AMV എക്സാം, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ, പോളിടെക്നിക് ലെക്ചർ എക്സാംസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം 2026 നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് 2027 അഡ്വൈസ് ലഭിച്ച് നല്ലൊരു പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കും. ഇനിയും ലാസ്റ്റ് തവണ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ബിടെക് ആയിരുന്നു. 2 വർഷത്തെ പ്രിഫറൻഷ്യൽ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഇതിൻ്റെ കാറ്റഗറി നമ്പർ 246/2021 ആണ്. എക്സാം നടത്തി 2024 ഇതിൻ്റെ ലിസ്റ്റ് വന്നത്. കട്ട് ഓഫ് മാർക്ക് 67.67 ആയിരുന്നു. ഇതുവരെ 5 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 18 പേരായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു പവർഫുൾ പോസ്റ്റാണ്. നമ്മൾ എന്താണ് ബോയിലർ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ജോബാണ്. അപ്പം ജോബ് വളരെ ഒരു ഹൈ പ്രൊഫൈലാണ്, സാലറി സ്കെയിലും കൊണ്ടും ജോബ് പ്രൊഫൈലും കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. അപ്പം അതേപോലുള്ള ജോബ്സാണ് ഈ മെക്കാനിക്കലൊക്കെ. അപ്പം ബിടെക് പൂർത്തിയാക്കിയവർക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസാണിത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ മന്ത് ലാസ്റ്റിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതും നിങ്ങൾ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരേപോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ വന്ന 2 പോസ്റ്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൻ്റെ കോച്ചിങ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റുഡൻസൊക്കെ ജോയിൻ ചെയ്ത് അവരുടെ പ്രിപ്പറേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മളോടൊപ്പം. ഇനിയും ഈ സെയിം കോഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോയിലർ ഇൻസ്പെക്ടറിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ 3 എക്സാമുകളുടെ സിലബസ് ഒരേപോലെ ആയിരിക്കും. ബിടെക് ലെവലിൽ വരുന്ന 3 എക്സാമുകളുടെ സിലബസും ഒരേപോലെ ആയിരിക്കും. അതുപോലെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മെസ്സേജ് അയച്ചും പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് നമ്മളോട് ചോദിച്ചൊരു കാര്യം, ഓവർസിയർ ഏകദേശം കോർ പേപ്പറുകൾ തന്നെ അല്ലേ ഫോളോ ചെയ്യുന്നത്. ഓവർസിയറിൻ്റെ സിലബസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഡിപ്ലോമ ലെവലിൽ വരുന്ന കോർ പേപ്പറുകൾ മാത്രമല്ല, നമുക്ക് ITI ലെവലിലെ കുറേ പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അതിൻ്റെ കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയും ഈ എക്സാമുകൾക്കൊക്കെ എങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് വെബിനാർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒന്നുകൂടെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറിന് വേണ്ടിയുള്ള വെബിനാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാർ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനിയും ഒരു കാര്യം നിങ്ങളെ ഓർമ്മിച്ചോട്ടെ, നമ്മൾ കഴിഞ്ഞ 6 ഇയേഴ്സായിട്ട് മെക്കാനിക്കൽ സ്ട്രീമിലും കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സ്ട്രീമിലും ഒക്കെ ഡിഫറെൻറ്റ് കോഴ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് നടത്തിയ കോഴ്സുകളിലെല്ലാം വലിയ വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിലെ വലിയൊരു ശതമാനം ഉദ്യോഗസ്ഥകളാണ് അക്കാഡമിക് സ്റ്റുഡൻസ് ആയിരുന്നു. ടോപ്പ് റാങ്കുകൾ എപ്പോഴും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് റാങ്ക്, അതേപോലെ പോളിടെക്നിക് ലെക്ചറിൻ്റെ സെക്കൻഡ് റാങ്ക്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ, അതേപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കൽ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മെക്കാനിക്കൽ തലത്തിൽ നടന്ന എക്സാംസ് ആണ്. ഇനിയും റീസെൻ്റ് ആയിട്ട് വന്ന ട്രേഡ്സ്മാൻ, മെഷീനിസ്റ്റ്, ടർണറിലൊക്കെ വലിയ വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് നമ്മൾ എല്ലാ സ്ട്രീംസിലും എഞ്ചിനീയറിംഗ് സ്ട്രീംസിലും നമ്മൾ കോച്ചിങ് നടത്തി വന്നിട്ടുണ്ട്. ITI മുതൽ MTech വരെയുള്ള ക്വാളിഫിക്കേഷൻ വരുന്ന ഡിഫറെൻറ്റ് പോസ്റ്റുകളുടെ എക്സാംസിൻ്റെ കോച്ചിങ് നമ്മൾ നടത്തിയെടുത്തെല്ലാം
ടോപ്പ് റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ ഏണസ്റ്റ് അക്കാഡമി അവരുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഫാക്കൽറ്റീസും നമ്മുടെ മെൻറ്റേഴ്സും കൊടുത്ത് ഒരുമിച്ച് പരിശ്രമിച്ച് നേടിയ വിജയമാണിത്. ഇനിയും നിങ്ങളുടെ ഊഴമാണ്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.